ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2024 ശാസ്ത്ര ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളെല്ലാം പഠിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ എല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ട് ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ നമ്മൾ വിന്നറായി സെലക്ട് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോയിൽ അവരെ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് നേരെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം കാൽസ്യം. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏത്? കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. നമ്മളുടെ കിലോമീറ്റർ, മീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് നോട്ടിക്കൽ മൈൽ. വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം: മനുഷ്യ ശരീരത്തിൽ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്ന ഘടകം ഏതാണ്? നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനാണ് മനുഷ്യ ശരീരത്തിലെ ഓക്സിജൻ വഹിച്ചു കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹീമോഗ്ലോബിൻ. വീഡിയോയിലെ നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം ഇതാണ്: തലച്ചോറിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഏതാണ്? നമ്മുടെ തലച്ചോറിനെ പല വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. മറക്കരുത്, സെറിബ്രമാണ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ബ്രെയിൻ. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥി ഏതാണ്? ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്ലാൻഡ് ഏതാണ്? ശരീരത്തിലെ ബയോളജിക്കൽ ക്ലോക്ക് എന്നറിയപ്പെടുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി അഥവാ പീനിയൽ ഗ്ലാൻഡ്. ആറാമത്തെ ചോദ്യം ഇതാണ്: രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനത്തിൻ്റെ പേരെന്താണ്? രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര്? രോഗങ്ങളെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് പാത്തോളജി. രോഗങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പഠനത്തിൻ്റെ പേരാണ് പാത്തോളജി. ഏഴാമത്തെ ചോദ്യം ഇതാണ്: തലച്ചോറിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരെന്ത്? വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ഇതാണ്: തലച്ചോറിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേര്? തലച്ചോറിനെക്കുറിച്ചുള്ള പഠനത്തിൻ്റെ പേരാണ് ഫ്രിനോളജി. ഫ്രിനോളജി എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിന് അഥവാ ബ്രെയിനിനെ കുറിച്ച് പഠിക്കുന്ന പഠന വിഭാഗമാണ്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ബോൺ ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയെല്ല്. എട്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം തുടയെല്ല്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? നമ്മുടെ സണ്ണിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് ഏതാണ്? ഹൈഡ്രജൻ എന്ന എലമെൻ്റ് ആണ് നമ്മുടെ സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ളത്. വീഡിയോയിലെ പത്താമത്തെ ചോദ്യം: ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായുള്ള രണ്ടാമത്തെ ലോഹം ഏതാണ്? നമ്മുടെ ഈ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ലോഹമാണ് ഇരുമ്പ്. 11ാമത്തെ ചോദ്യം: ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? ഹീലിയം എന്ന് പറയുന്ന വാതകമാണ് ഹൈഡ്രജൻ ബോംബ് സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം. 11ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹീലിയം. 12ാമത്തെ ചോദ്യം: ഭൂപടത്തിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? നമ്മുടെ മാപ്പുകളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കളർ ഏത്? വെളുപ്പു നിറമാണ് ഭൂപടത്തിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം. 12ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വെളുപ്പ്. 13ാമത്തെ ചോദ്യം: വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ ഏതൊക്കെയാണ്?
സൈലം എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഒരു പാർട്ടാണ് വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്നത്. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സൈലം. 14ാമത്തെ ചോദ്യം ഇതാണ്: വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസന അവയവം ഏതാണ്? വെള്ളത്തിലായിരിക്കുമ്പോൾ തവളയുടെ ശ്വസന അവയവം ത്വക്ക് അഥവാ സ്കിന്നാണ്. വീഡിയോയിലെ 15ാമത്തെ ചോദ്യം: വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ ഏതാണ്? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള പ്ലാന്റ് ഹോർമോൺ ഏതാണ്? വാതക രൂപത്തിലുള്ള സസ്യ ഹോർമോൺ അഥവാ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള പ്ലാന്റ് ഹോർമോണാണ് എത്തിലിൻ. 16ാമത്തെ ചോദ്യം: റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏതാണ്? റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ് ഏത്? കാർബൺ 14 എന്ന് പറയുന്ന കാർബണിൻ്റെ ഐസോട്ടോപ്പാണ് റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന ഐസോട്ടോപ്പ്. വീഡിയോയിലെ 17ാമത്തെ ചോദ്യം: ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? റെഡ് ബ്ലഡ് സെൽസിൻ്റെ ശരാശരി ആയുസ് എത്ര ദിവസം? $120 ദിവസമാണ് ചുവന്ന രക്താണുക്കളുടെ ശരാശരി ആയുസ്. 17ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 120 ദിവസം. 18ാമത്തെ ചോദ്യം: ഏറ്റവും ഉയർന്ന തിളനിലയുള്ള മൂലകം ഏതാണ്? ഏത് എലമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത്? ടങ്സ്റ്റൺ എന്ന് പറയുന്ന എലമെൻറ്റിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിൻ്റ് ഉള്ളത്. ഏകദേശം 5500 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റൻ്റെ ബോയിലിംഗ് പോയിൻ്റ്. 19ാമത്തെ ചോദ്യം: ഇരുചക്രവാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകം ഏതാണ്? ഇരുചക്രവാഹനങ്ങളുടെ എഞ്ചിനിൽ നിന്നും പുറന്തള്ളപ്പെടുന്ന വിഷവാതകമാണ് കാർബൺ മോണോക്സൈഡ്. അങ്ങനെ ഈ വീഡിയോയിൽ നമ്മുടെ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബോണസ് ചോദ്യത്തിലേക്കാണ് കടക്കാൻ പോകുന്നത്. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ബോണസ് ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് നമ്മൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പേരാരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഓസ്റ്റിയോപോറോസിസ് എന്ന രോഗം ബാധിക്കുന്ന ശരീരഭാഗം ഏതാണ്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഡിസീസ് ബാധിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ആൻസറിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങളെ വിജയിയായി പ്രഖ്യാപിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുകയാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.